leichte weiße Flasche. Wir haben vergessen. Habt ihr das gesehen? അങ്ങനെ ജർമ്മനി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ. ലിവനാണ് ലാര് അപ്പു. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ലിജി. പിന്നെ കൂടെയുള്ളത് നമ്മുടെ ഡ്രൈവർ കം ലിജിയുടെ ഹസ്ബൻഡ് ബെഞ്ചിത് ചേട്ടായി. അങ്ങനെ നല്ല വെയിലുള്ള ഒരു ദിവസം, നല്ല ചൂടുണ്ടായിരുന്നു. ഇവിടുത്തെ പോലെ തന്നെ ക്ലൈമറ്റിൽ വ്യത്യാസമൊന്നുമില്ല. പച്ചപ്പും ഹരിതാപവും ഒക്കെ ആവശ്യത്തിലേറെയുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടി യാത്ര കഴിഞ്ഞ് അത്യാവശ്യം സിറ്റിയിലൂടെ നടക്കുകയാണ്. ഏതോ ഒരു പോലീസ് മാമൻ പോകുന്നു. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. എൻ്റെ പൊന്നേ, എന്തോരം പൂക്കളാണെന്നറിയില്ല. ഓ, എന്ത് കളർഫുള്ളായിട്ടുള്ള നാടാണെന്നറിയോ. എന്നാൽ ഒരു പഴയ പൗരാണികത കാത്തു സൂക്ഷിക്കുന്ന ഒരു നാടുകൂടെയാണ്. ഭയങ്കര രസമാണ്, ബ്യൂട്ടിഫുള്ളാണ് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളൊരു ഗാർഡൻ ലക്ഷ്യമാക്കിയുള്ള നടപ്പാണ്. ഗാർഡൻ്റെ ഒരു ഭാഗത്താണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. അമ്മയും കുഞ്ഞും വെയിൽ കൊണ്ടിങ്ങനെ നടക്കുകയാണ്. ഞങ്ങളിവിടെ ഇരുന്ന് കുറേ ഫോട്ടോസ് എടുത്തു. എൻ്റെ കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ ഇവരുടെ ഫാമിലി ഫോട്ടോയിൽ ഇടിച്ച് കയറിയ ഒരു പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിവിടെ ഇരുന്ന് എടുത്ത ഫോട്ടോയാണ്. ഞാൻ വന്നിറങ്ങിയ എയർപോർട്ട് ഫ്രാങ്ക്ഫൂട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു 2 മണിക്കൂർ ഡ്രൈവ് ദൂരത്തിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വില്ലേജ് ഏരിയയാണ്. അവർ രണ്ടുപേരും അങ്ങനെ ഒരു വില്ലേജ് ഏരിയ പ്രിഫർ ചെയ്യുന്നവരാണ്. നല്ലൊരു കൺട്രി സൈഡ്, കുറേ കൃഷിയൊക്കെ ഉള്ളൊരു സ്ഥലം, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. ഞങ്ങൾ ആ ഗാർഡൻ മൊത്തം ഇങ്ങനെ ചുറ്റി നടന്ന് കുറേ കണ്ടു. എനിക്ക് നന്നായി ടാൻ അടിച്ചു. ഞാൻ തിരിച്ച് വന്ന് ഡ്യൂട്ടിക്ക് കയറിയപ്പോൾ തന്നെ എല്ലാവരും എന്നോട് ചോദിച്ചു, യൂറോപ്യൻ യാത്രയൊക്കെ പോയി ടാൻ അടിച്ചാൽ വന്നതല്ലേ എന്ന് ചോദിച്ച്. നന്നായി ഞങ്ങളന്ന് വെയിൽ കൊണ്ടു. അത്യാവശ്യം നന്നായി നടന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആണ്. എനിക്കിവിടുത്തെ പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര കളർഫുള്ളാണ്. ആൻഡ് ഐ ലവ് ദിസ് ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിൽ നിന്ന് എന്തോരം ഫോട്ടോസാണ് ഞങ്ങൾ എടുത്തതെന്ന് അറിഞ്ഞൂടാ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രിഡ്ജായിരുന്നു അത്. എനിക്ക് ജർമ്മനി കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിനേക്കാൾ കൂടുതൽ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഹാഡ് എ ബേബി. ഐ വോണ്ടഡ് ടു സീ ഹർ ഫാമിലി ആൻഡ് ബേബി. ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക് കൂടുതൽ. പിന്നെ ബ്രിട്ടീഷ് പാസ്പോർട്ട് കിട്ടിയതിൻ്റെ ഒരു അഹങ്കാരം കൂടി ഉണ്ടായിരുന്നു. കാരണം ജർമ്മനിക്ക് പോകാൻ ഇനി വിസ ഒന്നും വേണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ ശരിക്കും ജർമ്മനി ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഐ വോണ്ടഡ് ടു സ്പെൻഡ് സം ടൈം വിത്ത് ദ ബേബി ആൻഡ് ദ മദർ ആൻഡ് ദ ഫാമിലി. ജർമ്മനി വന്നിട്ട് ഇനി സൺസെറ്റ് കണ്ടില്ല എന്ന് വേണ്ട, അന്നെടുത്ത് അടിപൊളി കുറച്ച് ഫോട്ടോസൂടെ കണ്ടാലോ. ആദ്യം കേട്ട ജർമ്മൻ ഭാഷ മനസ്സിലായവർ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം.